الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. صدق الله مولانا العظيم. لقد قلت كلمة لو مزجت بماء البحر لمزجته. صدق نبينا رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് പ്രഭാതം ഖൈറാക്കി തരട്ടെ. നമ്മളെപ്പോഴും സൂക്ഷ്മത ഉള്ളവരാകണം. നമ്മളെക്കുറിച്ച് നല്ലോണം സൂക്ഷിക്കണം. നമ്മുടെ അവയവങ്ങളെ കുറിച്ചിട്ടുള്ള ശ്രദ്ധ നമുക്കുണ്ടാവണം എന്നിങ്ങനെ അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ ഉപദേശിച്ചതിൻ്റെ കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു അവയവം നമ്മുടെ നാവാണെന്നും നാവ് കൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങൾ കുറെ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് ഏതാനും ചിലത് കൊണ്ടുവന്നു. അതിലൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റുള്ളവരെ കുറിച്ച് അനിഷ്ടമായത് പറയരുത് എന്നുള്ളതാണ്. ഇഷ്ടമില്ലാത്തത് പറയാൻ നിൽക്കരുത്. നാവിൻ്റെ അപകടങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. ഗീബത്ത് എന്നാണ് അറബി പറയുക. ഗീബത്ത് പറയാം. എന്താ ഈ ഗീബത്ത്? വഹിയദിക്റുക അഖാക്കൽ മുസ്ലിം. നീ നിന്റെ മുസ്ലിമായ സഹോദരനെ കുറിച്ച് പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയാം. എന്തു പറയാം? ഫി ഗൈബത്തിഹി, അവന്റെ അഭാവത്തിൽ, ഓനില്ലാതെ, ഓനെ കാണാതെ, അവനില്ലാത്ത അവസരത്തിൽ പറയാം. ബിമാ യക്റഹുഹു ലൗ സമിഅഹു, അവൻ കേട്ടാൽ ഓനക്ക് നിന്നോട് വെറുപ്പുണ്ടാവും. അങ്ങനത്തെ ഒരു കാര്യം നീ പറയാം. അതിനാണ് ഗീബത്ത് എന്ന് പറയാം. ഇഷ്ടമല്ലാത്തത് പറയാൻ അർത്ഥം. വസവാഉ ദക്കറതഹു ബിനഖസിൻ ഫീ ദീനിഹി ഔ ബദനിഹി ഔ അഹ്ലിഹി ഔ വലദിഹി, നീ അത് പറയുന്നത് അവന്റെ മതപരമായ കാര്യത്തില് അവന്റെ ന്യൂനതകൾ പറയുകയാണെങ്കിലും, അവന്റെ ശാരീരികമായ ന്യൂനതകൾ പറയുകയാണെങ്കിലും, അവന്റെ കുടുംബത്തെക്കുറിച്ച് ന്യൂനത പറയുകയാണെങ്കിലും, അവന്റെ മക്കളെ കുറിച്ച് ന്യൂനത പറയുകയാണെങ്കിലും, അവന്റെ നടത്തത്തിന്റെ കുഴപ്പങ്ങൾ വല്ലതും പറയുകയാണെങ്കിലും, നടക്കുന്നതിലുള്ള രൂപങ്ങളോ മറ്റോ പറഞ്ഞിട്ട് കളിയാക്കുക അങ്ങനെയാണെങ്കിലും, വസൗബിഹി, അവന്റെ വസ്ത്രത്തിലുള്ള എന്തെങ്കിലും കുറ്റവും കുറവും പറയുകയാണെങ്കിലും, അതുപോലെ അവരുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിൽ അവൻ ഇഷ്ടപ്പെടാത്തത് പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയുക. ഈ ഗീബത്ത് വാക്കാൽ തന്നെ, വാമൊഴിയായി തന്നെ വരണമെന്നുണ്ടോ? വാട്സാപ്പിലൂടെ വന്നാൽ മതിയോ? അതിനും മഹാനവറുകൾ പറയുന്നുണ്ട്. വസവാഉൻ ഫീ ദാലിക, മറ്റൊരാളെ കുറിച്ച് അനിഷ്ടം പറയുക എന്നത് പാടില്ലാതാകുന്ന വിഷയത്തിൽ സമമാണ് അൻനുത്ഖു ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയുന്നതും, വൽ കിതാബ, എഴുതുന്നതും, വൽ ഇശാറത്തു ബിൽ യദി, കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നത് വരെ എല്ലാം അതിന് തുല്യമാണ്. ഒരാൾക്ക് ഇഷ്ടമല്ലാത്തത് എന്ത് ചെയ്യരുത്? പറയരുത്, എഴുതരുത്, കൈകൊണ്ട് ആംഗ്യം കാണിക്കരുത്. അപ്പൊ പിന്നെ വാട്സാപ്പിലൂടെ മെസ്സേജ്, വോയിസ് ആയിട്ടോ ഇനിയിപ്പോ അല്ലാതെ ഇല്ല മെസ്സേജ് ആയാലും പറ്റൂലേ എന്നുള്ളത് ആലോചിച്ച് നോക്കി എത്ര വ്യക്തമാണ്. കദാലിക ഖാലൽ ഉലമാ, ഇതുപോലെ വളരെ വ്യക്തമായി അലിമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മിസ്ലുൽ ഇമാമിൽ ഗസ്സാലി വന്നവവി വഗൈറുഹുമാ വഗൈരിഹിമാ, ഇമാം ഗസ്സാലിയെ പോലെ, നബവിയെ പോലെ അല്ലാത്ത ഒരുപാട് അനേകം അലിമിങ്ങൾ ഇത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ശവം തിന്നുന്നതിനോടാണ് ഈ അനിഷ്ടമായത് പറയുന്നതിനെ ഖുർആൻ ഉപമിച്ചിട്ടുള്ളത്. ആ ആയത്താണ് ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഹുജറാത്തിന്റെ അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഒരാളെ കുറിച്ച് ഗീബത്ത് പറയരുത്. അല്ലെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ സഹോദരന്റെ മാംസം ശവമായ നിലക്ക് തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? എല്ലാവർക്കും വെറുപ്പ് കാണിക്കൂലേ? ഒരാളുടെ ശവം തിന്നത് ഇഷ്ടപ്പെടൂലല്ലോ. അതുപോലെയാണ് ഇത് ഇഷ്ടല്ലാത്തത് പറയുന്നത്. അല്ലാഹു തഖ്വ ചെയ്യണേ മക്കളെ. അല്ലാഹു ധാരാളം തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണ് എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ
തിരുനബിയുടെ ഭാര്യമാരിൽ മറ്റൊരാളായ സഫിയ ബീവിയെ കുറിച്ചിട്ടൊരു പരാമർശം നടത്തുന്നു. എന്തായിരുന്നു? ഹസ്ബുക മിൻ സഫിയ കദാ വകദാ, നിങ്ങൾക്ക് നിങ്ങളെ സഫിയാന്റെ അതൊക്കെ മതിയല്ലേ എന്ന് പറഞ്ഞൊരു ഡാഷ് ഇട്ടിട്ടൊരു പറച്ചിൽ. ആ പറച്ചിലിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ സഫിയ ബീവി ഒരു കുറിയ ആളായിരുന്നു, ഹൈറ്റ് കുറവുള്ള ഒരാളായിരുന്നു. ബീവിയുടെ ഭാര്യമാരുടെ സഫിയ ബീവി ഒരുപാട് ഗുണവിശേഷണങ്ങൾ ഉള്ള പദ്ധതി കൂടിയാണ്. അങ്ങനെ അവരെ കുറിച്ച് ആയിഷ ബീവി ഒരിക്കൽ പറഞ്ഞപ്പോ നിങ്ങൾക്ക് സഫിയാന്റെ കുള്ളത്തരം മതിയല്ലേ എന്നുള്ള രൂപത്തിൽ പരാമർശം നടത്തി. ഇത് കേട്ടപ്പോഴാണ് അള്ളാഹുവിന്റെ ദൂതർ പറഞ്ഞത്, സഫിയ ആയിഷ ലഖദ് ഖുൽതി കലിമതൻ, നീ വല്ലാത്തൊരു വാക്കാണ് കേട്ടോ നീ പറഞ്ഞത്. ലൗ മുസ്ജത്ത് ബി മാഇൽ ബഹരി, സമുദ്രത്തിലെ വെള്ളത്തിൽ ആ വാക്ക് കലർത്തിയാൽ സമുദ്രത്തിലെ വെള്ളം പോലും കലങ്ങിപ്പോകും. അത്ര കടുപ്പുള്ള വിഷലിപ്തമായിട്ടുള്ള വാക്കാണ് നീ പറഞ്ഞത് കേട്ടോ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയുണ്ടായി. തന്റെ കാരണം സഫിയ ബീവിയെ പറ്റിയിട്ട് അവരുടെ ശാരീരികമായിട്ടുള്ള ഒരു നീട്ടക്കുറവിനെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞപ്പോ ആ വാക്ക് അതിന്റെ ഗൗരവം പറഞ്ഞു. ഒരു കടലിൽ കൊണ്ടുപോയി കലക്കിയാൽ ആ വാക്ക് കടലൊന്നായിട്ട് കലങ്ങിപ്പോകും, അത്ര കടുപ്പുള്ള വാക്കാണ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് തിരുനബി പറഞ്ഞത് ഹദീസിൽ കാണാം. അതുപോലെ തിരുനബിയുടെ മുമ്പിൽ ഒരു പരാമർശം കേൾക്കാനിടയായി. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞതാണ്, മാ ഓളെ തുണിന്റെ എത്രയാ, ഓളെ തുണിക്കോന്തല എത്ര നീട്ട എന്ന് പറഞ്ഞിട്ട് അവരുടെ വസ്ത്രധാരണയിലുള്ള വ്യത്യാസത്തെ പറ്റിയിട്ട് ഒരു പരാമർശം നടത്തുന്നു. ഇത് കേട്ടപ്പോ അള്ളാന്റെ ദൂതർ പറഞ്ഞത് എന്ന് പറഞ്ഞു. തുപ്പടി തുപ്പടി എന്നാണ് തുപ്പ, ഈ തുപ്പ് തുപ്പ്. ആ സമയത്ത് ഇവരുടെ വായിൽ നിന്ന് ഒരു കഷ്ണം മാംസം പുറത്തേക്ക് വന്നു എന്നാ പറഞ്ഞത്. അതൊരു അത്ഭുതമാണ്. സാധാരണ തുപ്പിയാൽ മാംസം പുറത്തേക്ക് വരും, ഇല്ല. ഇതൊരു പ്രത്യേക കേസാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ അള്ളാന്റെ ദൂതർ പറഞ്ഞ തുപ്പടി എന്ന് പറഞ്ഞപ്പോ വായിലൂടെ ഒരു സാധനം പുറത്തേക്ക് ഒരു കഷ്ണം, അതൊരു കഷ്ണം മാംസമായത്. എന്നിട്ട് പറഞ്ഞ് അന്യരെ കുറിച്ച് പറയുന്നത് ഈ ഇറച്ചി എന്നതിന് സമമാണ് ബോധ്യപ്പെടുത്തി. നേരത്തെ ഖുർആനിൽ പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ പിന്നെ മാംസം ശവമായ തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. ശവം തിന്നാൻ ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പൊ അതുപോലെ ഈ ശവം തിന്നലാണിത് എന്ന് ബോധ്യപ്പെടുത്താൻ അതൊരു ലൈവായിട്ട് ശവം തന്നെ ആയിട്ടുണ്ട്, മാംസകഷ്ണമായി തന്നെ വന്നു എന്നുള്ളത് ഇതും ചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായി ഉണർത്തുന്നതാണ്. ഈ ഭാഗങ്ങളൊക്കെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പൊ നാവിന്റെ അപകടങ്ങളെ കൂട്ടത്തിൽ രണ്ടാമത്തെ ഭയങ്കര അപകടമാണ് ഗീബത്ത് എന്ന് പറയുന്നത് എന്നാണ് അല്ലാഹു തആല നമുക്കൊക്കെയും കാവലും സുരക്ഷയും സംരക്ഷണവും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ അവയവങ്ങളെയും അല്ലാഹു തആല കാത്തുകൊള്ളട്ടെ. നമ്മുടെ ശക്തിയും നമ്മുടെ ശരീരവും നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളും അള്ളാഹു പൊരുത്തപ്പെടുന്ന വിധം വിനിയോഗിക്കാനുള്ള മഹാഭാഗ്യം തന്ന് അള്ളാഹു നമ്മളെ ദുനിയാവിലും ആഖിറത്തിലും അനുഗ്രഹം ചെയ്യട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.